ഹായ് ഫ്രണ്ട്സ്, ആദർശിൻ്റെയും നയനയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു പോലീസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ. ട്രെയിനിങ് ക്യാമ്പിൽ നന്ദുവിന് നമ്മുടെ ട്രെയിനറായിട്ടുള്ള ഓഫീസറുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സഹിക്കാൻ വയ്യാത്ത അധികം കഠിനാധ്വാനമാണ് നമ്മുടെ നന്ദു നേരിടുന്നത് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ വേണുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഓഫീസർ നമ്മുടെ നന്ദുവിന് ഓവറായിട്ടുള്ള ലോഡിംഗ് ആയിട്ടുള്ള എക്സസൈസുകളും പണിഷ്മെൻറ്റുകളും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തനിക്ക് ആദ്യമൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് നന്ദു കരുതിയിരുന്നെങ്കിലും പിന്നെ നന്ദുവിന് മനസ്സിലായി തുടങ്ങി തന്നെ കരുവാക്കിക്കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫീസർ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നതെന്ന് ഇങ്ങനെ നന്ദു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ടും കൂടി പറയുന്നുണ്ട്, എടി എന്തായാലും ഈ ഓഫീസർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല പണി കൊടുത്തേ മതിയാകുമെന്ന് ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ഞാനും കുറച്ച് ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, നിന്നെ അയാളെ ഒരുപാടായിട്ട് അങ്ങ് എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെന്തായാലും ട്രെയിനിങ്ങിൻ്റെ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയല്ലേ തരേണ്ടത്? നിന്നെ അയാൾ കരുതിക്കൂട്ടി മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അതേടി, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി നമുക്ക് അയാൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഒന്ന് കലക്കി കൊടുത്താലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എടി ഈ ക്യാമ്പിലിരിക്കുന്ന നമുക്ക് എന്ത് കിട്ടാനാ, എന്താ അയാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഓക്കെ ആണെങ്കിലേ നീ എന്ത് പറയുന്ന സാധനമാണെങ്കിലും ഫുഡിൽ കലർത്തി കൊടുക്കാനുള്ളതൊക്കെ ഇവിടെ എത്തിക്കാനായിട്ട് എനിക്ക് ആളുണ്ട്. അത് ഞാനൊന്ന് മൂളിയാലേ എന്ത് വേണമെങ്കിലും ഇവിടെ വരുമെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദുവിനൊരു സമാധാനം ആവുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. മതി എല്ലാവരും ഇനി ഗ്രൗണ്ടിലേക്ക് വന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് വീണ്ടും അയാൾ നന്ദുവിനെ തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഓരോ എക്സസൈസുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, പോരാ ഇനിയും ചെയ്തോളൂ എന്ന്. സാർ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് നല്ല ടയേർഡായെന്ന് പറയുമ്പോൾ, അതെ റെസ്റ്റൊക്കെ ഞാൻ പറയുന്ന സമയത്തും മതി, ഇനി ഒരു 100 പുഷപ്പും കൂടി എടുത്തിട്ട് താൻ ഇവിടുന്ന് പോയാൽ മതി എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദു ഇങ്ങനെ വിയർത്ത് കുളിച്ച് ആകെ ടയേർഡായി നിൽക്കുകയാണ്. നന്ദുവിൻ്റെ കണ്ണൊക്കെ വല്ലാതെ നിറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവളിങ്ങനെ ആട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആ പണി മസ്റ്റായിട്ടും കൊടുത്തേ തീരുമെന്ന് ഇങ്ങനെ ഉറപ്പിക്കുകയാണ് രണ്ടുപേരും കൂടി. അങ്ങനെ നന്ദുവിനെ ഇട്ടിട്ട് ഒരുപാട് ഇങ്ങനെ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നതും പുഷപ്പ് എടുക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഈ ട്രെയിനറായിട്ടുള്ള ഓഫീസർ പകർത്തുന്നുണ്ട് കേട്ടോ. പകർത്തിയിട്ട് നമ്മുടെ വേണുവിന് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. വേണുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. അതിനുശേഷമായിട്ട് നന്ദു നല്ല ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായി നന്ദു നിൻ്റെ തീരുമാനം? അതെ, നമുക്കിനി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം അയാൾ ആരുടെയും നിർദ്ദേശപ്രകാരം എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി എന്താണെങ്കിലും പറ്റില്ല, അയാൾക്കിട്ടൊരു പണി കൊടുക്കുക തന്നെ വേണമെന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എടി ഈ ക്യാമ്പിനുള്ളിൽ നിനക്ക് ആരും ഇത്ര വൈരാഗ്യക്കാരുള്ളത്? നിനക്ക് ശത്രുവായിട്ട് ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ലടി, സ്പെഷ്യലായിട്ട് ഒരു ശത്രു വേണമെന്നില്ലല്ലോ. ഞാനിങ്ങനെ എവിടെ അനീതി കണ്ടാലും ഞാൻ അവർക്ക് നേരിട്ട് ചോദിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ശാരീരികമായിട്ട് പ്രതിരോധിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വകയിലായിരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫ്രണ്ടും പറയുന്നുണ്ട്, അതേടി നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ച് നല്ല രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നന്ദുവും പറയുകയാണ്, അതെ എന്തായാലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇത് പുറത്തറിഞ്ഞാൽ നമ്മുടെ ജോലി തന്നെ പോകുന്ന പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഈ ഫീൽഡിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പൊടിയൊക്കെ കലക്കി അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പൊടി കിട്ടിക്കഴിയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എടി ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അയാളുടെ ഉള്ളിലാക്കുക? അതെ, ഇടവേളകളിൽ അയാൾക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കാറുള്ളതുണ്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ പൊടി കലർത്തിയാൽ മതി, ബാക്കിയെല്ലാം ശുഭമായിട്ട് അവസാനിച്ചോളൂ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നന്ദുവിനൊരു ചെറിയ ടെൻഷനും ഉണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്,
അതെ, അയാൾ ഇപ്പോൾ തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് പോവും. അയാളുടെ ഓഫീസിന് അടുത്ത് റൂമിന് അടുത്ത് തന്നെ ആ ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അയാൾ ജ്യൂസ് കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആ ട്രെയിനറുടെ ഫോളോ ചെയ്തിങ്ങനെ പോവാട്ടോ. അങ്ങനെ അവർ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും ആ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അതിൽ കലർത്തുക? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ ഇപ്പോൾ എന്തായാലും അയാൾ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമിൽ പോവും. ആ ടൈമിൽ നമുക്ക് എല്ലാം നന്നായിട്ട് ചെയ്തിട്ട് വേഗം എസ്കേപ്പ് ആവണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എടാ ഇനിയിപ്പോൾ ആ വാഷ്റൂമിൻ്റെ അടുത്തെങ്ങാനും വല്ല CCTV കാണോ? ഏയ് ഒന്നുമില്ല, CCTV ഒന്നും എന്തായാലും വാഷ്റൂമിനോട് ചേർന്നാണ് ആ റൂമുള്ളത്. അതുകൊണ്ട് ആ ഏരിയയിൽ CCTV ഒന്നും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ആ പൊടി അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിൽ പോയി മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ട്രെയിനറാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അയാൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർ മറിഞ്ഞു നിന്നിട്ട് നോക്കുകയാണ്. എന്നിട്ട് ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നന്ദു അയാൾക്ക് വേറെ എക്സ്പ്രഷനൊന്നും മാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ, എന്താ അയാൾക്ക് കുടിച്ചിട്ട് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ലല്ലോ, ഇയാളെന്താ വടി പോലിങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഏയ് ഇല്ലടാ, അയാളുടെ ബോഡിയിൽ അതൊന്ന് എത്തിപ്പെടണ്ടേ, ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ഏയ് ഇനി നിനക്ക് ആ പൊടി തന്ന ഫ്രണ്ട് എങ്ങാനും നമ്മളെ പറ്റിക്കുമോ, ഇത്ര റിസ്ക് എടുത്ത് ചെയ്താണ്. അപ്പോൾ ആ കൂട്ടുകാർ പറയുകയാണ്, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണ്, ഇതെന്തായാലും പ്രവർത്തിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ട്രെയിനർ പെട്ടെന്ന് തന്നെ വയറിലിങ്ങനെ കൈ അമർത്തി പിടിച്ചിട്ട് നിന്ന് പൊളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്, പൊടി വർക്ക് ചെയ്യാൻ തുടങ്ങി? അപ്പം നന്ദു പറയുന്നുണ്ട്, ഹാവ് എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ആ മോളെ പൊടി വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നെ കഷ്ടപ്പെടുത്തിയതിനെല്ലാം ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായെന്ന് ഇങ്ങനെ നന്ദു പറയുമ്പോൾ അയാൾ വീണ്ടും ടോയ്ലറ്റിൽ പോന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നന്ദു ഇനി എന്തായാലും ഒരു 2 ദിവസം അയാൾ ടോയ്ലറ്റിൽ തന്നെയായിരിക്കും, അങ്ങനെ നിനക്ക് 2 ദിവസം ഒരു റെസ്റ്റ് ആവും, പിന്നെ അതിൻ്റെ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം കൂടി എടുക്കും, അപ്പോൾ നിനക്ക് മൊത്തം 4 ദിവസം റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നീ ഒന്നും കൊണ്ടും ഓർത്ത് വിഷമിക്കേണ്ട, ആ 4 ദിവസം കൊണ്ടേ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുൾ എനർജി സേവ് ചെയ്തോളൂ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അനുഭവിച്ചതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റിയതിലുള്ള ഒരു സംതൃപ്തി എനിക്കിപ്പോൾ ഉണ്ട്. ഇനി അയാളെ ബാത്റൂമിൽ പോയും വന്നും നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്യട്ടെ, ഞാൻ റെസ്റ്റും എടുക്കാമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. എനിക്ക് എന്തായാലും നേരിട്ടൊന്നേ അയാളോട് മുട്ടാൻ പറ്റാത്തതിലുള്ള വിഷമം ഇപ്പോഴാണ് മാറിയത്, അല്ലെങ്കിൽ ഞാൻ അയാളെ വെറുതെ വിടില്ലായിരുന്നു, ഒരു ജോലിയുടെ ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കടിച്ചു പിടിച്ചതാണ്, അതും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മാത്രം ആണെന്നോർത്താണ് ഞാൻ ഇത്രയും നാൾ സഹിച്ചത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന് ഉറപ്പായിട്ടും കണ്ടെത്തണം, നീ വിളിക്കുമ്പോൾ നിൻ്റെ വീട്ടുകാരോടും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെ ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലും ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ട്രെയിനിങ് അല്ലേ എന്ന് ഓർത്തിട്ടാണ് ഇത്രയും നാൾ സഹിച്ചത്, എന്തായാലും ഇത് വീട്ടിലും അറിയിക്കണം, ഇനിയിപ്പോൾ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നിങ്ങനെ ആ ഫ്രണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു പിന്നീട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ അനാമികയാണ് കേട്ടോ പെട്ടെന്ന് മിന്നി മറയുന്നത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആ ഉണ്ടടാ, എനിക്ക് ശത്രു ഉണ്ടാകാനേ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അനിയുടെ ഭാര്യ അനാമിക. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഏത് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ സുന്ദരനോ അതെന്ന് ചോദിക്കുമ്പോൾ, ആ അതേടാ, അവളുടെ ഭാര്യയ്ക്ക് നിന്നോടെന്താ ഇത്ര വെറുപ്പ്? വേറൊന്നുമില്ല, അനി എന്നെ സ്നേഹിക്കുന്നതും എൻ്റെ ഏട്ടത്തിമാർ ആ വീട്ടിലുള്ളതും ഒക്കെ തന്നെ, അവളും അവളുടെ അച്ഛനും കൂടിയിട്ട് എനിക്കിട്ട് ഇതിനു മുമ്പും നല്ല പണി തന്നിട്ടുണ്ട്, എന്തായാലും അവർ തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്ന് നമ്മുടെ നന്ദു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത പണി നമ്മുടെ വേണുവിനിട്ടും അനാമികയ്ക്കിട്ടും ഉള്ളതാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.